ചെമ്പേരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ദേവാലയം നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന സ്ഥലമാണ് എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള സത്യമാണ്. പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായതും കറകളഞ്ഞതുമാണ് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയതാണ് നിങ്ങളുടെ ഈ ദേവാലയത്തിൻ്റെ പരമോന്നത പദവിയായ ബസിലിക്ക പദവി നൽകിക്കൊണ്ട് പരിശുദ്ധ സഭയും അതുവഴി സ്വർഗവും വെളിപ്പെടുത്തുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ ഒരു കത്തോലിക്ക ദേവാലയത്തിന് ലഭിക്കാവുന്നതിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഈ ബസിലിക്ക പദവി നൽകുന്നതിലൂടെ സഭ നിങ്ങളുടെ ദേവാലയത്തിന് നൽകുന്നു. പരിശുദ്ധ ലൂർദ് മാതാവില്ലാതെ ചെമ്പേരി ദേശമില്ല എന്ന് ചിന്തിക്കാൻ തക്ക വിധത്തിൽ നിങ്ങൾക്ക് ഈ അമ്മയോട് അത്രയേറെ ആഴമേറിയ ആത്മബന്ധമുണ്ട്. ഈ ദേവാലയം ഇപ്രകാരം മനോഹരമാക്കുന്നതിന് വേണ്ടി അത്യധ്വാനം ചെയ്തത് പ്രിയപ്പെട്ട ജോർജ് കാഞ്ഞിരക്കാട്ടച്ചനാണ്. ബസിലിക്ക പദവി ലഭിച്ചപ്പോൾ ഇതിൻ്റെ വെഞ്ചരിപ്പ് ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞാൻ നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് എങ്ങനെ നടക്കും, ഓഗസ്റ്റ് 14-ന് ഇത് വെഞ്ചരിപ്പിന് പള്ളി ഒരുങ്ങുമോ, ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം പൊളിച്ചിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ പറഞ്ഞു അത് നടക്കണം. അത് എൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞതല്ല, പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ്റെ കർമ്മശേഷിയിൽ എനിക്കുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ അപ്രകാരം വളരെ അടുത്തുള്ള ഒരു ഡേറ്റ് ഇതിനു വേണ്ടി നിശ്ചയിച്ചത്. ചെമ്പേരിയിലെ സകല മനുഷ്യരും ഈ ഒരു നിർമ്മാണത്തിൽ ആദ്യന്തം ഹൃദയപൂർവ്വം പങ്കുചേർന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മനുഷ്യൻ്റെ കണ്ണുനീരിനുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധ ലൂർദ് മാതാവ് എന്നുള്ള സത്യമാണ്. ബെർണർദീത്ത എന്ന ഒരു കൊച്ചു പെൺകുട്ടി, അവള് അന്ന് ഏറെ സങ്കടത്തോടെ ഒരു ഫെബ്രുവരി മാസം 11-ാം തീയതി കണ്ണുനീരോടെ കരയാനിടവും. ജീവിതത്തിൽ ഭാഗികമായി അനാഥയാക്കപ്പെട്ട അവൾക്ക് ആശ്രയം അവളുടെ അപ്പനായി. കള്ളക്കേസിൽപ്പെട്ട് ഈ അപ്പൻ മോഷ്ടാവായി മുദ്രകുത്തി പോലീസ് പിടിച്ച് ജയിലിലാക്കി. അപ്രകാരം പൂർണ്ണമായും അനാഥയായി തീർന്ന ഈ മകള്, അവളുടെ ഏക ആശ്രയം പള്ളിയും ദേവാലയ പരിസരങ്ങളുമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിന്, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങിക്കൊണ്ടിരുന്ന ബെർണർദീത്തായോട് വികാരിച്ചൻ കണ്ണിൽ ചോരയില്ലാതെ പറഞ്ഞു, കള്ളൻ്റെ പിള്ളേർക്ക് കുർബാന തരികയില്ല. ആരാരുമില്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞ ബെർണർദീത്ത ഒരു കാടിൻ്റെ ഓരത്ത് പോയിരുന്ന് വാവിട്ട് നിലവിളിച്ച് കരയുകയായിരുന്നു. ആ കരച്ചിൽ കേട്ട് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നു. ലൂർദിലെ അത്ഭുതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ്. ആ അത്ഭുതത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം ഇതാണ്: നിന്റെ കണ്ണുനീരിനെ, നിന്റെ സങ്കടത്തെ സ്വർഗം വിലമതിക്കുന്നുവെന്നും ആ കണ്ണുനീരിന് ഉത്തരം തരാൻ പരിശുദ്ധ അമ്മ, സ്വർഗത്തിൻ്റെ രാജ്ഞി തന്നെ നിന്നെ തേടി വരും എന്നുള്ളതിൻ്റെ സനാതനമായ സാക്ഷ്യമാണ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ സാക്ഷ്യം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ അനേകം പ്രത്യക്ഷീകരണങ്ങൾ ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധ ലൂർദ് മാതാവിനോട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മക്കൾക്ക് അനിതര സാധാരണമായ ഭക്തിയുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമായി നാം കടന്നു പോകുന്ന സങ്കടങ്ങൾക്ക്, രോഗാവസ്ഥകൾക്ക്, വേദനകൾക്ക് സ്വർഗം ഉത്തരം തരും എന്നുള്ളതിൻ്റെ സനാതനമായ സജീവമായ സാക്ഷ്യമാണ് പരിശുദ്ധ ലൂർദ് മാതാവ്. ഈ അമ്മയുടെ അടുക്കൽ വരാൻ, ഈ അമ്മയ്ക്ക് കാഴ്ചവെക്കാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടത് 2 തുള്ളി കണ്ണുനീർ മാത്രമാണ്. നിന്റെ കണ്ണുനീരിനെ സ്വർഗത്തെക്കാളും വിലമതിക്കുന്ന ഒരമ്മയുടെ സന്നിധിയിലാണ് നീ ഇരിക്കുന്നത്
എന്നുള്ള അവബോധമാണ് ഈ ലൂർദ് മാതാവിൻ്റെ പള്ളിയെ മറ്റെല്ലാ പള്ളികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെമ്പേരിയിലെ 1400-ൽ പരം കുടുംബങ്ങൾക്ക് മാത്രമല്ല, ഈ ദേശത്തിന് മുഴുവനും പരിശുദ്ധ ലൂർദ് മാതാവ് എന്തുകൊണ്ട് പ്രിയങ്കരിയായി തീർന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യം എല്ലാവർക്കും പൊതുവായുള്ളത് സങ്കടങ്ങളും കണ്ണുനീരുമാണ്. ആ സങ്കടങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ പക്കൽ ഉത്തരമുണ്ട് എന്നുള്ളതിന് നാം എത്രയോ വട്ടം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവരാണ്. പരിശുദ്ധ അമ്മ ആ കുഞ്ഞിൻ്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ഞാൻ അമലോത്ഭവയാകും. അതാണ് അമ്മയുടെ ലൂർദിലെ സന്ദേശം. വലിയ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുന്നൊരു കാലത്താണ് ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. സത്യവിശ്വാസം എല്ലാ വേദികളിലും ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലം. സത്യവിശ്വാസത്തെ വേരോടെ പിഴുതു മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ജീവശ്വാസം എന്ന് തിരിച്ചറിയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായ പാരീസിലെ പ്രസിദ്ധമായ നോത്രദാം കത്തീഡ്രല് മലിനമാക്കിക്കൊണ്ടാണ്, വ്യഭിചാരം കൊണ്ട് മലിനമാക്കിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തെ വിപ്ലവകാരികൾ എത്രമേൽ വെറുത്തിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ്. ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് രംഗപ്രവേശം ചെയ്തു. ശാസ്ത്രലോകം മുഴുവനും ദൈവവിശ്വാസത്തിനെതിരായി സംസാരിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം. രാഷ്ട്രീയ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാര് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പഠിപ്പിച്ചു തുടങ്ങി. മനഃശാസ്ത്ര രംഗത്ത് ഫ്രോയിഡിനെ പോലെയുള്ളവർ പഠിപ്പിച്ചു തുടങ്ങി, മതം മനുഷ്യൻ്റെ ഞരമ്പ് രോഗമാണ്, മനോരോഗമാണ്. എല്ലാ മേഖലകളിലും മതവിശ്വാസം ഗളഹസ്തം ചെയ്യപ്പെടുന്ന ഒരു സംസ്കാരത്തിൽ സത്യവിശ്വാസത്തെ തിരികെ കൊണ്ടുവരുവാൻ, അനേകരുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് തിരിക്കുവാൻ ശമയോന്റെ അരുളപ്പാട് പോലെ പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തിൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയാണ് എന്നും സൃഷ്ടാവിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ പേറുന്നവളാണ് എന്നും സർവേശ്വരന്റെ ആത്മാവിനെ അന്തരാത്മാവിൽ സംവഹിച്ചവളാണ് എന്നും പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അത് അതുവരെയും പടുത്തുയർത്തിയ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്ക് സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള സകല പ്രബോധനങ്ങളെയും പരിശുദ്ധ അമ്മ തൻ്റെ ഒരേ ഒരു വാചകം കൊണ്ട് എന്നേക്കുമായി നിർവീര്യമാക്കി എന്ന് നാം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ലൂർദിലെ പ്രത്യക്ഷീകരണത്തിന് മറ്റേതൊരു സ്ഥലത്തെ പ്രത്യക്ഷീകരണത്തെക്കാളും തിരുസഭ വില കൽപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസം പ്രതിസന്ധിയെ നേരിടുമ്പോഴെല്ലാം പരിശുദ്ധ കന്യകാമറിയം ഇറങ്ങി വരും. ഈ അമ്മ സ്വർഗം വിട്ടിറങ്ങി വരുന്നതിന് 2 കാരണങ്ങളേ ഉള്ളൂ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്ന്, എവിടെയെല്ലാം മനുഷ്യൻ സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടി കരയുന്നുവോ അവരെ തേടി പരിശുദ്ധ അമ്മ ഇറങ്ങി വരും. 2, തൻ്റെ തിരുക്കുമാരനുള്ള വിശ്വാസത്തിൻ്റെ അടിവേര് അറക്കുവാൻ ക്ഷുദ്രശക്തികളും തിന്മയുടെ ശക്തികളും രംഗപ്രവേശം ചെയ്യുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് പറയും, ഞാൻ അമലോത്ഭവയാണ്, ഞാൻ ദൈവമാതാവാണ്, ഞാൻ നിത്യകന്യകയാണ്. താൻ സ്വർഗാരോപിതയാണ് എന്ന് ഈ അമ്മ വെളിപ്പെടുത്തുമ്പോൾ ഈ ലോകം കൊണ്ട് തീരുന്നൊരു ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് നോക്കാൻ പരിശുദ്ധ അമ്മ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസ പ്രഘോഷണങ്ങളൊക്കെയും സത്യവിശ്വാസത്തിൻ്റെ അടിത്തറ തീർക്കാൻ വേണ്ടി സ്വർഗം തന്ന ഉത്തരങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ദേവാലയം പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അടയാളമായി സ്വർഗവും തിരുസഭയും
അംഗീകരിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ ദേവാലയത്തിന് ലഭിക്കുന്ന എല്ലാ അംഗീകാരങ്ങളും പദവികളും എന്ന് നമുക്ക് നന്ദിയോടെ ഓർക്കാം. ദേവാലയം എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ദേവാലയം ഈ ദേശത്ത് ഈശോ മിശിഹായുടെ തിരുശരീരത്തിൻ്റെ സാക്ഷ്യമാണ്. സ്വർഗം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഈ ദേവാലയം പോലെ ഇരിക്കും എന്നാണ് അർത്ഥം. ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെ, നിങ്ങൾ അധിവസിക്കുന്ന ഭവനങ്ങളെ, നിങ്ങൾ വ്യാപരിക്കുന്ന മേഖലകളെ ഒക്കെയും ദേവാലയമാക്കി മാറ്റണം. ഈ ചെമ്പേരിയെ സ്വർഗീയ ജെറുസലേമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മം എന്നോർക്കുക.